إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 38-39 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദാഫിഉ അവൻ തടയുന്നു അനില്ലദീന ആമനു വിശ്വസിച്ച ഒരു കൂട്ടരെ തൊട്ട് അവൻ തടയുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആ ആൾക്കാരെ അക്രമികളായ ആൾക്കാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. അക്രമത്തെ തൊട്ട് അല്ലാഹു വിശ്വാസികളെ തടയുന്നു. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഹിബ്ബു ഇല്ല കുല്ല ഖവാനിൻ കഫൂർ. ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല കുല്ല ഖവാനിൻ എല്ലാ ചതിയന്മാരെയും വഞ്ചകന്മാരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. കഫൂറുൻ നന്ദികെട്ട അവിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എപ്പോഴും സദാസമയം അല്ലാഹു സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞതിന്റെയൊക്കെ പൊരുൾ. ഉദ്നലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ഉദ്നലില്ലദീന യാതൊരു കൂട്ടർക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു യുഖാതിലൂന യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക്, അതായത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് അങ്ങോട്ടും യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന അവിശ്വാസികളോട് തിരിച്ചങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ട ആദ്യത്തെ ആയത്താണിത്. ബിഅന്നഹും നിശ്ചയമായും അവർ ദുലിമു അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുഅ്മിനീങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അക്രമം തടയാൻ വേണ്ടി തിരിച്ചു യുദ്ധം ചെയ്യാൻ ധർമ്മസമരം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിരിക്കുകയാണ്. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ നസ്രിഹിം ലഖദീർ ആ സഹായം നൽകാൻ ലഖദീറുന്നവൻ അതിനുള്ള കഴിവുള്ളവനത്രേ. അല്ലാഹു തആല അത്തരം രൂപത്തിലുള്ള സഹായങ്ങൾ നൽകാൻ കഴിവുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.